ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷേ അധികാരം കാണാറില്ല. ആരും കേൾക്കാറുമില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് തന്നെ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പണ്ടൊന്നും നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് പറയാനോ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം പേജിൽ നമ്മുടെ ഇഷ്ടങ്ങളോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളോ പറയാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യം. ഇഷ്ടപ്പെടുന്നവർ കണ്ടോട്ടെ, അല്ലാത്തവർ കാണാതിരിക്കട്ടെ. അവിടെ തീർന്നു പ്രശ്നം. അപ്പം ഞാനിനി പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് ബസ് സർവീസ് സൗജന്യമാക്കുന്നു എന്നൊരു വാർത്ത കേട്ടോ. ഉള്ളതാണോ, അത് എത്രത്തോളം ശരിയായ വാർത്തയാണ് എന്നൊന്നും അറിയത്തില്ല. എങ്കിലും കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. വേറൊന്നും അല്ല, നിങ്ങളാരെയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതോ ഒന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തെങ്കിൽ കൊടുത്തോട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോലിയില്ലാത്ത വീട്ടമ്മമാരുണ്ട്. അവർക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. കാരണം അത്രയും ഒരു ഹെൽപ്പാവും ഓരോ ഫാമിലിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ യാത്ര സൗജന്യമാക്കിയാൽ വളരെ നന്നായിരുന്നു. വേറൊന്നുമല്ല, ഒരു സമയം കഴിയുമ്പോൾ അവർക്കൊക്കെ പഴയ ചെറുപ്പകാലത്തുണ്ടായിരുന്ന വരുമാനം ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയവർക്ക് പിന്നും പെൻഷൻ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ കൂലിപ്പണിക്കാർ അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാർക്ക് വയസ്സാവുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗമാവും, ഒരുപാട് ഉപയോഗം. കാരണം പ്രായമായി കഴിയുമ്പോൾ അവരൊക്കെ ആരടുത്ത് പോയി ചോദിക്കാനായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഫ്രീ ആക്കുമ്പോൾ പ്രായമായവർക്ക്, അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും യാത്ര സൗജന്യമാക്കിയാൽ അത് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് പൊതുജനത്തിന് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, കുട്ടികൾക്ക് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെങ്കിലും പഠിക്കാൻ പോകുന്ന കുഞ്ഞുമക്കൾക്ക് അവർക്ക് സൗജന്യം യാത്ര. എനിക്കിപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല എങ്ങനെയാണെന്ന്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10 വയസ്സായിരുന്നു ആദ്യം എൻ്റെ ഒരു ഓർമ്മയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ കയറാൻ പറ്റുന്നത്. പിന്നെ അത് 25-20 ആയി, പിന്നെ 50 60 ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് 10 പൈസ അല്ലെങ്കിൽ 50 പൈസ തരാൻ പോലും നമ്മുടെ ഫാമിലിക്ക് പറ്റുമായിരുന്നില്ല. ഈ ഒരു കുട്ടികളും അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ഉള്ള ഫാമിലിക്ക് പിന്നും കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതലും മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ 50 പൈസ അല്ലെങ്കിൽ 1 രൂപ ഉണ്ടാക്കാൻ പെടുന്ന പാട്. കാരണം എങ്ങനെ അത് പറയണമെന്ന് അറിയത്തില്ല. എല്ലാ ഫാമിലിയുടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല. പലരും ജീവിച്ച സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചുനാളിൽ ഞാനൊക്കെ സ്കൂളിലും കോളേജിലും മെയിനായിട്ട് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ പോകുമ്പോഴത്തേക്ക് വിചാരിക്കും എനിക്കും പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഇപ്പം വീട്ടിൽ പൈസ ചോദിക്കുമ്പോൾ പറയും അടുത്തല്ലേ, നടന്നു പോയാൽ പോരെ. ശരിക്കും അടുത്തൊന്നുമല്ല കേട്ടോ. മോർ ദാൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് മിനിമം നമ്മൾ വീട്ടിൽ നിന്ന് നടക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടന്നാണ് സ്കൂളിൽ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. ഈവൻ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പിന്നെ ട്യൂഷന് പോകുന്നത് അതുവഴി നടന്നു ചിലപ്പോൾ അത് ഏകദേശം അതും 1 അവർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ, എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല എത്ര സമയം. കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നടന്നു പോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ വഴികളുണ്ട് മെയിൻ റോഡിൽ കൂടെ പോകാതെ പെട്ടെന്ന് എത്തുന്ന. അപ്പോൾ അതിലേ ഇങ്ങനെ നടന്ന് വർക്കല ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ട്യൂഷന് പോയ സമയമൊക്കെ. അപ്പോൾ അന്നൊക്കെ അതങ്ങനെ നടക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല.
പൈസ ഇല്ല, പൈസ തരാനും ആരുമില്ല. അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോൾ ബസ്സിലാണ് വരുന്നത്. കാരണം തിരിച്ച് അവിടെ നിന്ന് പിന്നെ വൈകിട്ട് രാത്രിയാവുന്ന സമയത്ത് അത്രയും ദൂരെ നടന്നു വരാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പൈസ എങ്ങനെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു ഓർമ്മ മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ അത്യാവശ്യം ഒരു 15 വയസ്സുള്ള വരെ ഉള്ള കുട്ടികൾക്കെങ്കിലും ഫ്രീ ആയിട്ട് ബസ് സൗജന്യ യാത്ര അനുവദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നും പറയുന്നതല്ല, ഒരാഗ്രഹം പറഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം പറഞ്ഞു. കാരണം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനം ചെയ്യും. കഷ്ടപ്പെടുന്ന ഒരു 90% ആൾക്കാരും അത് പുറത്ത് പറയാറില്ല. എന്താണെന്നറിയാവോ? ആത്മാഭിമാനം. പലരും അവരുടെ പട്ടിണി കിടന്നാൽ പോലും പറയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതൊക്കെ എല്ലാവരും തുറന്നു പറയണമെന്നില്ല. കാരണം ഒരുപാട് കാശുള്ളവരുണ്ട്, എന്നാൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുമുണ്ട്. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പം ഈ പറയുന്ന എല്ലാം മറ്റുള്ളവരെ കണക്ക് ചെയ്യാനോ കാണിക്കാനോ പറ്റില്ലായിരിക്കാം, പക്ഷെ അവരത് പുറത്ത് പറയില്ല. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്, അവരുടെ താല്പര്യമാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ ഈ പുറത്ത് പറയാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഉപയോഗമാവും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ശരി, ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നതാണ്, ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കാണാതിരിക്കാം, ഇഷ്ടമുള്ളവർക്ക് കാണാം, നിങ്ങളുടെ അഭിപ്രായവും പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ, ടേക്ക് കെയർ.